ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു. ഇന്ന് മക്കളെ നമുക്ക് ശിവഭഗവാന്റെ ഒരു നാമം ചൊല്ലാം. ഞാനത് 2-3 ദിവസം കൊണ്ട് എഴുതിയെടുത്തതാണ്. അത് നന്നായി പഠിക്കാൻ സമയം ആയില്ല. ഒരാഴ്ചയെങ്കിലും അത് ചൊല്ലിക്കൊണ്ടിരുന്നില്ലെങ്കിൽ മനസ്സിൽ പാഠം വരത്തില്ല. അക്ഷരങ്ങളൊക്കെ തെറ്റുവരും, വരികളൊക്കെ തെറ്റും. എന്നാലും എനിക്കിന്ന് ശിവരാത്രി ആയതുകൊണ്ട് എനിക്ക് ഭഗവാന് വേണ്ടി ഭഗവാന്റെ നാമം എനിക്കത് ഇടാനുള്ളതൊരു അത്ര താല്പര്യമാണത്. അത് എല്ലാ മക്കൾക്കും അറിയാമല്ലോ. എനിക്ക് അങ്ങനെ ചൊവ്വനൊന്നും ഇത് പാടാൻ പറ്റത്തില്ല. കാരണം അങ്ങോട്ട് 2-3 ദിവസമേ ആയുള്ളത് എഴുതിയിട്ടിട്ട്. അത് അങ്ങനെ ഒരു വല്ലാത്തൊരു പാട്ടാണ് മക്കളെ. എങ്കിലും നമുക്ക് ചൊല്ലാം. മക്കളും ഇത് കേട്ട് ചൊല്ലണം. എല്ലാ മക്കളും ചൊല്ലണം. എൻ്റെ ഭക്തമക്കളുണ്ടല്ലോ അവർക്ക് വേണ്ടിയാണ്. എല്ലാവർക്കും ഇത് വേണം. കാരണം ശിവരാത്രി അല്ലേ, ശിവഭഗവാന്റെ ഒരു നാമം അങ്ങനെ കിട്ടിയതാ. എല്ലാവരും നോക്കി വേണം സോപാന സംഗീതത്തിലും ഡാൻസും തിരുവാതിരയൊക്കെ ഇത് കളിക്കുന്നു എല്ലാവരും. തുടരെ ഓരോന്ന് എടുക്കുമ്പോഴെല്ലാം ഇത് തന്നെയാണ് കാണാം. അപ്പോൾ എനിക്കും തോന്നി നമുക്കും ഇതൊന്ന് ചൊല്ലണമെന്ന്. നമുക്ക് ചൊല്ലാം. ഭഗവാനെ മഹാദേവ മനോഹര മഹാമന്ത്രാധിപ പ്രഭോ മഹാമായ ഭഗവതി പ്രിയാ നിന്നെ തൊഴും നീൻ. മഹാദേവ മനോഹര മഹാമന്ത്രാധിപ പ്രഭോ മഹാമായ ഭഗവതി പ്രിയാ നിന്നെ തൊഴും നീ. മഹാദേവ മനോഹര മഹാമന്ത്രാധിപ പ്രഭോ മഹാമായ ഭഗവതി പ്രിയാ നിന്നെ തൊഴും നീ. എരിക്കും കൂവളത്തില ഇതൾമാല ധരിച്ചു കൊണ്ടിരിക്കും ശങ്കര പ്രഭു ഇതായിരുന്നു തൊഴും നീ. എരിക്കും കൂവളത്തില ഇതൾമാല ധരിച്ചു കൊണ്ടിരിക്കും ശങ്കര പ്രഭു ഇതായിരുന്നു തൊഴും നീ. ഹരദേവ മഹാദേവ സദാശിവ തൊഴും നീ. മഹാശൈലാധിപ നിന്നെ ഇതാ വാഴ്ത്തി തൊഴും നീ. പരന്നീടും പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർത്തു പരമ ഗംഭീരമാക്കും പരമേശ തൊഴും നീൻ. പരന്നീടും പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർത്ത് പരമ ഗംഭീരമാക്കും പരമേശ തൊഴും നീൻ. പടുത്വമേറിയിടും നല്ല പുലിത്തോലും മരവൂരി ഉടുത്തണിഞ്ഞിരിക്കുന്ന ഉമാകാന്ത തൊഴും നീൻ. പടുത്വമേറിയിടും നല്ല പുലിത്തോലും മരവൂരി ഉടുത്തണിഞ്ഞിരിക്കുന്ന ഉമാകാന്ത തൊഴും നീൻ. ഹരദേവ മഹാദേവ സദാശിവ തൊഴും നീൻ. മഹാശൈലാധിപ നിന്നെ ഇതാ വാഴ്ത്തി തൊഴും നീ. സഹസ്ര കോടികൾ ചേർന്നു നമ ശിവായ മന്ത്രത്തെ നടയ്ക്കൽ നിന്നിതാ കൂപ്പി സ്തുതിച്ചു കൊണ്ടിരിപ്പൂ. സമസ്ത്ര കോടികൾ ചേർന്നു നമ ശിവായ മന്ത്രത്തെ നടയ്ക്കൽ നിന്നിതാ കൂപ്പി സ്തുതിച്ചു കൊണ്ടിരിപ്പൂ. സഹസ്ര കോടികൾ ചേർന്നു നമ ശിവായ മന്ത്രത്തെ നടയ്ക്കൽ നിന്നിതാ കൂപ്പി സ്തുതിച്ചു കൊണ്ടിരിപ്പൂ.
സമസ്താപരാധവും ക്ഷമിച്ചുകൊണ്ടകത്തുള്ളൊരിരുട്ടിനെ അകറ്റുവാൻ ഇതാ ഇന്നു തൊഴുന്നേ. സമസ്താപരാധവും ക്ഷമിച്ചുകൊണ്ടകത്തുള്ളൊരിരുട്ടിനെ അകറ്റുവാൻ ഇതാ ഇന്നു തൊഴുന്നേൻ. ഹരദേവ മഹാദേവ സദാശിവ തൊഴുന്നേൻ. മഹാശൈലാധിപ നിന്നെ ഇതാ വാഴ്ത്തി തൊഴുന്നേൻ. മഹാമന്ത്രാധിപ നിന്നെ ഇതാ വാഴ്ത്തി തൊഴുന്നേൻ. മഹാമായ ഭഗവതി പ്രിയാ നിന്നെ തൊഴുന്നേൻ. നമ ശിവായ 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 നമോ നമ നമ ശിവായ 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 നമ ശിവായ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗം പ്രണേതാരം പ്രണതോസ്മി സദാശിവം. എല്ലാ മക്കളും നമശിവായെങ്കിലും ചൊല്ലണം. നമശിവായ മന്ത്രം. കാരണം ശിവരാത്രി അല്ലേ, ഭഗവാനെ സ്തുതിക്കുക. വെളുക്കുന്നോരെ ഇരുന്ന് സ്തുതിക്കണം രാത്രി പുറക്കൊഴിഞ്ഞ്. കാരണം ഞാൻ കഴിഞ്ഞ വർഷം അങ്ങനെ ഇരുന്നു. ഈ വർഷം കണ്ണിനൊക്കെ ഒരു വിഷമമുണ്ട്. എന്നാലും ഒക്കുമെങ്കിൽ, കാരണം എൻ്റെ ആഗ്രഹം കഴിഞ്ഞ വർഷം ചിന്തിച്ചു. ഞാൻ അതിനു മുമ്പ് ഇരുന്നിട്ടില്ല, അങ്ങനെ ഉറക്കൊഴിഞ്ഞ് ഇരുന്നിട്ടില്ല. പക്ഷേ നാമങ്ങളൊക്കെ ചൊല്ലും. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നി മരണത്തിന് മുമ്പായിട്ട് എനിക്ക് ആ ഒരു കർമ്മം എനിക്ക് ചെയ്യണമെന്ന്. എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, എനിക്കതൊന്ന് സാധിച്ചേ പറ്റും. അങ്ങനെ ഉറക്കൊഴിഞ്ഞ് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ഭഗവാനെ സ്തുതിച്ച് നേരം വിളിപ്പിച്ച് ഒരു കുഴപ്പവും തോന്നിയില്ല, സന്തോഷമായിരുന്നു. പക്ഷേ അങ്ങനെ താല്പര്യം അപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല. എല്ലാ മക്കളും ഞാൻ ചെയ്യാത്തത് മക്കളോട് പറയുന്നത് ശരിയല്ല എങ്കിലും മക്കൾക്ക് ചെറുപ്പകാലങ്ങളല്ലേ, എല്ലാവരും അങ്ങനെ ചെയ്യണം മക്കളെ. ഞാൻ ചെയ്യാത്തത് എനിക്ക് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നത് ഇഷ്ടമേ. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് അനുഷ്ഠിക്കുന്നു, അതൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തു. ഇപ്രാവശ്യം എനിക്ക് ചെയ്യാനുള്ള ഒരു എന്തോ പറയാൻ ഒക്കുന്നില്ല. അപ്പോഴാവട്ടെ, ഇന്ന് ഇത് പകലല്ലേ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമുക്ക് ഭഗവാന്റെ നാമം ഒന്നുകൂടെ ചൊല്ലാം. ശിവഭഗവാന്റെ ഈ നാമം എൻ്റെ അച്ഛൻ സ്വന്തമായി എഴുതി വർഷങ്ങളോളം, ഇപ്പം എത്രയോ വർഷം കഴിഞ്ഞ്, അതൊക്കെ പലരുടെയും കയ്യിൽ ഇന്നാൾ മുമ്പൊരിക്കലും ഒരു ബുക്കിൽ കണ്ടു അച്ഛൻ്റെ നാമങ്ങളൊക്കെ ഇങ്ങനെ ആരൊക്കെയോ എഴുതിയിട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു പല കൈ മറിഞ്ഞു പോയെന്ന്. അച്ഛൻ എഴുതി അച്ഛൻ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുന്ന നാമമായത്. അത് ചൊല്ലാം. തെറ്റുമെന്നറിയില്ല, കുറച്ചുകൊണ്ട് ചൊല്ലാറില്ല. ചിലപ്പോൾ വരി തെറ്റിപ്പോവും, ക്ഷമിക്കുക എല്ലാവരും. നോക്കാൻ ഈ സമയമൊന്നുമില്ല. ചൊല്ലട്ടെ. ശംഭുനാമ ചന്ദ്രചൂഡ സമദാന പ്രിയ വിഭോ. ശംഭുനാമ ചന്ദ്രചൂഡ സമദാന പ്രിയ വിഭോ. ശംഭുനാമ ചന്ദ്രചൂഡ സമദാന പ്രിയ വിഭോ. സർവദേവ സ്തോത്ര പൂജിത സർവദേവ സ്തോത്ര പൂജിത സർവദേവ സ്തോത്ര പൂജിത സർപ്പഭൂഷണാലങ്കാര
സർവദേവസ്തോത്ര പൂജിത സർപ്പഭൂഷണാലങ്കാര ശംഭുനാമ ചന്ദ്രചൂഡ സാമദാന പ്രിയ വിഭോ. കാമദഹന ലലാട നേത്ര കാമദഹന ലലാട നേത്ര കാമദഹന ലലാട നേത്ര കാരുണ്യ കപാല പാത്ര കാമദഹന ലലാട നേത്ര കാരുണ്യ കപാല പാത്ര കാളകണ്ഠ കൈലാസവാസ കാളകണ്ഠ കൈലാസവാസ ഗൗരികാന്ത പ്രിയ വിഭോ. കാളകണ്ഠ കൈലാസവാസ ഗൗരികാന്ത പ്രിയ വിഭോ. ശംഭുനാമ ചന്ദ്രചൂഡ സാമദാന പ്രിയ വിഭോ. സർവദേവ സ്തോത്ര പൂജിത സർവദേവന്മാരും സ്തോത്രം സ്തുതിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന പരമേശ്വരനെ. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കണം? സർവദേവന്മാരും പൂജിക്കുന്ന ഭഗവാനെ. അങ്ങനെയുള്ള ഭഗവാൻ അത് സർവദേവ സ്തോത്ര പൂജിത സർപ്പഭൂഷണൻ, സർപ്പത്തിനെ മാലയായിട്ടേക്കുന്ന ഭൂഷണൻ. അപ്പോൾ സർപ്പത്തിനെ, അത് പാമ്പിനെ അണിഞ്ഞവൻ. അതുപോലെ കാമദഹന ലലാട നേത്രൻ, നെറ്റിയിൽ ലലാട നെറ്റിയിൽ കാമദഹനം, കാമങ്ങളെ നശിപ്പിക്കുന്നതാണ് ആ അഗ്നി നേത്രം. ആ കണ്ണുകൊണ്ട് നോക്കി ആ ഭഗവാനെ നമ്മൾ എത്രത്തോളം സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ അല്പാൽപ്പം ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ട് ആ തൃക്കണ്ണ് അങ്ങനെയാണ്. അച്ഛനതങ്ങനെ മനസ്സിലാക്കി പാടിയൊരു സ്തോത്രമാണ്. കാമദഹന ലലാട നേത്ര കാരുണ്യ കപാലം, അതായത് കപാലം തലയോട്ടി, അവിടുന്ന് കാരുണ്യം ഇങ്ങനെ ചൊരിയുന്നതാണ്. അപ്പോൾ ഒരു ഭക്തനെ അത്രത്തോളം അതെല്ലാം അറിഞ്ഞ് അച്ഛൻ്റെ ആ അനുഭവമാണല്ലോ എഴുതിയിട്ടെന്ന് ചിലപ്പോൾ ചിന്തിക്കും. കാമദഹന ലലാട നേത്ര, ലലാട നേത്രം തൃക്കണ്ണ്. കാരുണ്യ കപാല പാത്ര, കാരുണ്യം ഇങ്ങനെ അവിടുന്ന് കടാക്ഷം അമൃതം ഇങ്ങനെ ഒഴുകുന്ന ഭഗവാന്റെ ആ തലയോട്ടിൽ നിന്ന് ആ ശിവ ആനന്ദം. കാമദഹന ലലാട നേത്ര കാരുണ്യ കപാല പാത്ര കാമദഹന ലലാട നേത്ര കാരുണ്യ കപാല പാത്ര കാളകണ്ഠ കൈലാസവാസ. കാളകണ്ഠ വിഷം ഇവിടെ ആ വിഷം കുടിച്ച് ഇവിടെ കിടക്കുക നീലകണ്ഠൻ. കാളകൂട വിഷം പാലാഴിയിൽ നിന്ന് ഭഗവാൻ നീലകണ്ഠൻ എന്ന് പേരിട്ട് അങ്ങനെയല്ലോ. കാളകണ്ഠ കൈലാസവാസ ഗൗരികാന്ത പ്രിയ വിഭോ. ഗൗരിയുടെ ഭർത്താവേ, പാർവതീദേവിയുടെ പ്രിയനാണ് ഭഗവാൻ വല്ലഭൻ. ആ ഗൗരി പാർവതീദേവിയാണ് ഗൗരി. ഭർത്താവേ അതായത് കാന്തൻ, അതായത് വല്ലഭൻ അല്ലെങ്കിൽ ഭർത്താവ്. കാമദഹന ലലാട. ഇത് നന്നായി പ്രാർത്ഥിക്കണം. ഇത് കൃപ പ്രാർത്ഥിക്കുമ്പോൾ ഒഴുകണം നമുക്ക്. ഒരു ഭക്തൻ അങ്ങനെ, അതിനാണ് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. എല്ലാ മക്കളും ശ്രദ്ധിച്ചിരുന്ന് എല്ലാവരും കമൻസ് ചെയ്യണം. എനിക്ക് ആ കൃപ കിട്ടി അമ്മേ, ഞാനിത് വീണ്ടും 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 പ്രാർത്ഥിച്ചു, ആ ഭഗവാന്റെ കൃപ എനിക്ക് കിട്ടിയെന്ന് പറയണം. കാമദഹന ലലാട നേത്ര കാമദഹന ലലാട നേത്ര കാരുണ്യ കപാല പാത്ര കാമദഹന ലലാട നേത്ര കാരുണ്യ കപാല പാത്ര കാളകണ്ഠ കൈലാസവാസ കാളകണ്ഠ കൈലാസവാസ ഗൗരികാന്ത പ്രിയ വിഭോ. കാളകണ്ഠ കൈലാസവാസ ഗൗരികാന്ത പ്രിയ വിഭോ. ശംഭുനാമ ചന്ദ്രചൂഡ സാമദാന പ്രിയ വിഭോ. സാമദാന ഭേദദണ്ഡെന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതിൻ്റെയാണ് സാമദാന. ആ പ്രിയനാണ് ഭഗവാൻ. അതുപോലെ തന്നെ ശംഭു ഭഗവാൻ പരമേശ്വരൻ്റെ പേര് ശംഭുനാമ, ചന്ദ്രനെ ചൂടിയ ഭഗവാൻ അമ്പിളിക്കല, അതാണ്
അതിൻ്റെ അർത്ഥം. നല്ലൊരു നാമമാണ് അത് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ കരുണ ഭഗവാന്റെ ആ അമൃതധാര നമ്മളിലേക്ക് അടിമുടി ഇവിടെ തലതൊട്ട് അടിവരെ ഒഴുകും ആ ഭഗവാന്റെ കൃപാകടാക്ഷം. നമ്മളത് വാങ്ങണം. ഈ പാട്ട് പാടുമ്പോൾ എല്ലാ മക്കളും ഭക്തിപൂർവ്വം അത് പാടണം. ഭക്തിപൂർവ്വം പാടിയെങ്കിലേ അത് ഇങ്ങനെ എങ്ങനെയാ ചെല്ലേണ്ടതെന്ന് അറിയാമല്ലോ. കാളകണ്ഠ കൈലാസവാസ ഗൗരീകാന്ത പ്രിയ പാർവതീ ദേവിയുടെ ഭർത്താവേ, അത് അങ്ങനെ ആ ഭഗവാനെ നമുക്ക് ഭഗവാന്റെ കൃപ എവിടുന്നാ നെറ്റിത്തടത്തിലിരിക്കുന്ന ആ തൃക്കണ്ണ് എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പോക്കും ഭഗവാൻ. പ്രാർത്ഥിക്കണം നമ്മൾ ഭഗവാനെ, എനിക്ക് അത്യാഗ്രഹങ്ങളൊന്നും വേണ്ട, ആവശ്യങ്ങൾ നടന്നു പോകണം, അത് വേണമല്ലോ. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളെല്ലാം നമുക്കൊരു പരുവാകുമ്പോൾ അതൊക്കെ നിർത്തി ഭഗവാനിൽ ചേരുമ്പോൾ ഭഗവാന്റെ കൃപ, അതാണ് ആ കപാലം, ആ തലയോട്ടിലാണ് ആ ഭഗവാൻ സഹസ്രാരപത്മം, അവിടെ നിന്നാണ് വരുന്നത് ഈ കൃപ. അതാണ് ആ നാമത്തിൽ. എല്ലാവരും അത് പ്രാർത്ഥിക്കൂ. എല്ലാവർക്കും ആ കൃപ ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.